വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാനിതാ ഒരു പച്ചക്കറീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രത്യേക പച്ചക്കറി, അതായത് നമ്മളെ നാട്ടിലൊന്നും അത്രയൊന്നും പ്രചാരത്തിലില്ല കേട്ടോ. ഇതൊക്കെ മത്തനും കുമ്പളൊക്കെയാണ്. ഇതിനെപ്പറ്റിയൊന്നുമല്ല ഞാൻ ഇന്നത്തെ വീഡിയോ. എന്താ അറിയോ, ചൗചൗ അല്ലെങ്കിൽ ചയോട്ടെ അല്ലെങ്കിൽ നമ്മൾ ആകാശവെള്ളരി എന്ന് പറയും. ഇതാണ് ആ ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ. ചൗചൗ, ആകാശവെള്ളരി, ചയോട്ടെ. പക്ഷെ ഞങ്ങളെ നാട്ടിലൊന്നും അധികം കിട്ടൂല കേട്ടോ അത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ മുളപ്പിച്ചെടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുപോലെ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ ഇത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട് എന്ന് പറയുക. അതാണ് ചയോട്ടെ, ആകാശവെള്ളരി. അപ്പോൾ ഇത് കൊളസ്ട്രോളുകാർക്ക്, ഷുഗറുകാർക്ക്, പ്രഷറുകാർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അനീമിയക്കും നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മുളപ്പിച്ചെടുക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. നമ്മളിത് എടുത്തിട്ട് ആദ്യം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതായത് ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിത് മുളപ്പിച്ചെടുക്കേണ്ട പ്രോസസ്സ് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ വെള്ളരി, നമ്മുടെ ആകാശവെള്ളരി 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാൻ പോവുക കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ കീഴ്ഭാഗം അതിൽ മുങ്ങിത്തക്ക വെള്ളം, അതായത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കുറച്ച് കടക്കണം കേട്ടോ. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് പുറത്തെടുത്തു. എന്നിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറ്, ഞാനൊരു സാധാ കവറെടുത്ത് എന്നിട്ട് അത് എയർ ടൈറ്റ് ആക്കുക. എന്നിട്ട് അറ്റത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കുടുക്കി വെക്കുക. എന്നിട്ട് നമ്മളത് കവർ ചെയ്തിട്ട് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കണം. അതായത് ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാണ് ഞാനിപ്പം വെക്കാൻ പോകുന്നത് കേട്ടോ. ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു കോർണറിൽ, ഒരുപാട് വെളിച്ചമൊന്നും വേണ്ട, ഇതിന് അടച്ചിട്ട് അവിടെ വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബോക്സിലൊക്കെ ആക്കി ഞാൻ ഇനി നല്ല പോലെ അതൊന്ന് അടച്ചു വെക്കുക കേട്ടോ. വേണമെങ്കിൽ ഒരു കെട്ടും കെട്ടുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനിതാ ഒരാഴ്ച കഴിഞ്ഞ് അതൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാമല്ലോ നിങ്ങൾക്ക് കുറച്ച് മുളയെല്ലാം വന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കണ്ടോ, ചെറിയ മുകുളം വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മളതിൽ കെട്ടി വെച്ചോണ്ടത് പെട്ടെന്ന് മുകുളം വന്നു കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്നറിയാം, ഒരാഴ്ച നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേട്ടോ. ഓപ്പൺ എയറിൽ വെക്കുക. അപ്പോൾ ഇതാ മുളകൾ പച്ചപ്പൊക്കെ വന്ന് മുള കുറച്ചുകൂടി വലുതായി വരുന്നുണ്ടല്ലോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റണം. പാത്രത്തിലേക്ക് മീൻസ് മണ്ണിലേക്ക്. അപ്പം അതിന് ഞാനിതാ ചകിരിച്ചവറ്, മണ്ണ്, പൂഴി, പിന്നെ നമ്മളെ ചാണകപ്പൊടി എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാനിതാ ഒരു കഴുങ്ങിൻ്റെ ഒരു പാളയിലാണ് അത് ഇട്ടത് കേട്ടോ, എല്ലാം കൂടെ. എന്നിട്ട് അതിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇതിന് ഇനി വേരെല്ലാം വരണ്ടേ നമുക്ക്, ഇത് വലുതാവണമെങ്കിൽ. അപ്പോൾ സൈഡിലെല്ലാം മണ്ണെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഫില്ല് ചെയ്യും. പിന്നെ അതിൻ്റെ മുള പുറത്താക്കി വെക്കണം. മുള എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലില്ലേ, ഇത് പുറത്തേക്കാക്കി വെക്കണേ. എന്നിട്ടൊന്ന് നനച്ചും കൊടുക്കുക. എല്ലാ ദിവസവും കുറേശ്ശെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇതാ ഇത്രയും വലുതായി വരുന്നുണ്ട്. 14 ദിവസമായി. 7 ദിവസം അങ്ങനെ വെച്ചു, പിന്നെ പുറത്ത് വെച്ചപ്പോൾ ഇത്രയും 14 ദിവസമായി. ഇപ്പോൾ ഇത് കണ്ടോ, 1 മാസം പോലെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ ഇതാ ഇത്രയും വലുതായി വന്നു. ഒറ്റ മാസം കൊണ്ട് നമ്മൾ ഈ രൂപത്തിലാക്കിയെടുത്തു. ഇനി നമുക്കതൊരു ബക്കറ്റിൽ വേണമെങ്കിൽ കൃഷി ചെയ്യാം, അല്ല നിങ്ങൾക്ക് മണ്ണിൽ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ പക്ഷേ പന്നി അങ്ങനെ എല്ലാത്തിൻ്റെ ശല്യം, അതുകൊണ്ട് ഞാനൊരു ബക്കറ്റിലാക്കി മുറ്റത്ത് വെക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ ബക്കറ്റിൽ കുറച്ച് അടിയിൽ കുറച്ച് കരിയിലിട്ട് ചകിരിച്ചവറ്, പിന്നെ മണ്ണ്, ചാണകപ്പൊടി, പൂഴി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ബക്കറ്റിൽ. വലിയ വലിയ കട്ടകളൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കണേന്ന്.
എന്നിട്ട് നമ്മൾ അതിൻ്റെ നടുവിൽ ബക്കറ്റിന് ഹോൾസ് ഇടണം കേട്ടോ. ബക്കറ്റിൻ്റെ അടിയിൽ ഹോൾസ് വേണം. എന്തിനാ വെള്ളം ഒഴുകിപ്പോകാൻ, ഡ്രൈനേജ്. എക്സസ് വെള്ളം നിന്നാൽ അത് ചീഞ്ഞു പോകും. അപ്പോൾ നമ്മൾ പതുക്കനെ ഉണ്ടായി വേരൊക്കെ വന്നത് കൊണ്ട് എന്ത് സന്തോഷം അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായി കിട്ടിയപ്പോൾ വളരെ സന്തോഷം. ഇനി നമ്മൾ പതുക്കനെ വേരൊന്നും പോവാതെ എടുത്ത് ബക്കറ്റിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക കേട്ടോ. അതിൽ മാറ്റി നടുക. എന്നിട്ട് നമ്മൾ മുളപ്പിക്കാനെടുത്ത ആ മണ്ണ് നല്ല വളമെല്ലാം ഉള്ളതാണല്ലോ, ചകിരിച്ചവറ് എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ അതുകൂടെ കുറച്ച് ഇതിൻ്റെ മേലെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. നാട്ടിലൊക്കെ ഈ പച്ചക്കറി അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് വാങ്ങി ഇതുപോലെ മുളപ്പിച്ചെടുക്കാമല്ലോ അല്ലേ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇപ്പം ഇത്രയായി കിട്ടി ഒരു മാസം കൊണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഭാഗ്യം പോലെ ഇതെങ്ങനെ ഉണ്ടായി വരും എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.